നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലം കൊട്ടാരക്കരയിൽ അപകടം വിതച്ച് അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മറിഞ്ഞു. 3 പേർക്ക് ദാരുണാന്ത്യം. തൃശൂർ പുതുരുത്തിയിൽ സ്കൂട്ടർ യാത്രക്കിടെ ഷാൾ ടയറിൽ കുരുങ്ങി അങ്കണവാടി അധ്യാപികയ്ക്ക് ദാരുണാന്ത്യം. പുതുരുത്തി സ്വദേശിനി മിനിയാണ് മരിച്ചത്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ കാർ അശ്രദ്ധമായി യു ടേൺ എടുക്കുന്നതിനിടെ അപകടം. നിയന്ത്രണം വിട്ട ആംബുലൻസ് പാതയോരത്തെ കൈവരിയിൽ ഇടിച്ചു കയറി. ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വടക്കാഞ്ചേരിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. വ്യാപാര സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡിൽ ഇടിച്ചു കയറി. വാർത്തകൾ വിശദമായി. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് ദാരുണാന്ത്യം. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് ദാരുണാന്ത്യം. കുടവട്ടൂർ സ്വദേശി 54-കാരൻ ഹരിലാൽ, കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി പാർത്ഥിബ്, KSRTC ജീവനക്കാരൻ അജയൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ടിപ്പർ ലോറി ഡ്രൈവർ 40-കാരൻ നിസാം, 13 വയസ്സുള്ള നവനീത്, 15-കാരൻ റിഷാഫ്, 15 വയസ്സുള്ള കുശാൽ, 15-കാരൻ ഋഷഭ് ബോബൻ, ജിബി മോൾ എന്നിവർ പരിക്കേറ്റ ചികിത്സയിലുണ്ട്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് വിവരങ്ങൾ. വളവിൽ ഓവർടേക്ക് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് വിലയിരുത്തൽ. ടിപ്പർ ലോറി അമിത വേഗതയിലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ട്യൂഷന് പോകാൻ വേണ്ടി കാത്തിരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ വാഹനത്തെക്കുറിച്ച് ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത്. ടിപ്പർ ലോറിക്ക് 17 വർഷത്തെ പഴക്കമുണ്ട്. അപകടത്തിന് പിന്നാലെ വാഹനത്തിന്റെ ഫിറ്റ്നസ് RTO റദ്ദാക്കിയിട്ടുണ്ട്. മുൻപും പലതവണ നിയമലംഘനങ്ങൾക്ക് ഈ വാഹനം പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. സ്കൂട്ടർ യാത്രക്കിടെ ഷാൾ ടയറിൽ കുരുങ്ങി കഴുത്ത് മുറുകി റോഡിൽ തലയിടിച്ച് വീണ അങ്കണവാടി ടീച്ചർക്ക് ദാരുണാന്ത്യം. തൃശൂർ വടക്കാഞ്ചേരി പുതുരുത്തിയിലാണ് സംഭവം. സ്കൂട്ടർ യാത്രക്കിടെ ഷാൾ ടയറിൽ കുരുങ്ങി കഴുത്തുമുറുകി റോഡിൽ തലയിടിച്ച് വീണ അങ്കണവാടി ടീച്ചർക്ക് ദാരുണാന്ത്യം. തൃശൂർ വടക്കാഞ്ചേരി പുതുരുത്തിയിലാണ് സംഭവം. പുതുരുത്തി സ്വദേശിനി ആലപ്പാടൻ വീട്ടിൽ 58 വയസ്സുള്ള മിനിയാണ് മരിച്ചത്. ഇന്നു രാവിലെ 9:30 അങ്കണവാടിയിലേക്ക് പോകാനായി ബന്ധുവിനൊപ്പം ഇലക്ട്രിക് സ്കൂട്ടറിന് പുറകിലിരുന്ന് സഞ്ചരിക്കുന്നതിനിടെ ഷാൾ സ്കൂട്ടറിലെ ടയറിൽ കുരുങ്ങിയതോടെ കഴുത്തുമുറുകി റോഡിലേക്ക് തലയിടിച്ച് വീഴുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഗുരുതരമായി പരിക്കേറ്റ മിനിയെ ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുരുത്തി ചാത്തൻപടി അങ്കണവാടിയിലെ അധ്യാപികയാണ് മിനി. നാട്ടുകാർക്കേറെ സുപരിചിതയായ അങ്കണവാടി ടീച്ചറുടെ വിയോഗം നാടിന് തീരാവേദനയാവുകയാണ്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ കാർ അശ്രദ്ധമായി യു ടേൺ എടുക്കുന്നതിനിടെ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. പാതയോരത്തെ കൈവരിയിൽ ഇടിച്ചു കയറി. ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. കാർ അശ്രദ്ധമായി യു ടേൺ എടുക്കുന്നതിനിടെ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. പാതയോരത്തെ കൈവരിയിൽ ഇടിച്ചുകയറി. ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. പാലക്കാട് ചെർപ്പുളശ്ശേരിയിലാണ് അപകടം. അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവറുടെ കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. രോഗിയെ എടുക്കുന്നതിനായി പട്ടാമ്പി ഭാഗത്തു നിന്നും വരികയായിരുന്നു ആംബുലൻസ്. സമാന ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന കാർ പെട്ടെന്ന് യു ടേൺ എടുത്തതാണ് അപകടത്തിന് കാരണമായത്. കാർ വെട്ടിച്ചതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് റോഡിന്റെ വശത്തുള്ള സുരക്ഷാ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വടക്കാഞ്ചേരി ടൗണിൽ SI സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വ്യാപാര സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡും സംരക്ഷണ ഭിത്തിയും ഇടിച്ചു തകർത്തു. പുലർച്ചെ 5:30യോടെയാണ് അപകടം. തൃശൂർ വടക്കാഞ്ചേരി ടൗണിൽ SI സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട വ്യാപാര സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡും സംരക്ഷണ ഭിത്തിയും ഇടിച്ചു തകർത്തു. ഇന്ന് പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. പത്താങ്കല്ല് സ്വദേശിയും ചേലക്കര പഴയന്നൂർ SIയുമായ സിദ്ദിഖ് സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. പാതയോരത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡും സംരക്ഷണ ഭിത്തിയും ഇടിച്ചു തകർത്ത കാർ ഭീമൻ കോൺക്രീറ്റ് പാളിയിൽ തങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു. കാറിന്റെ മുൻവശവും പുറകുവശവും ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. കാറിലുണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടതായാണ് വിവരങ്ങൾ. ചരിത്ര താളുകളിൽ സ്വർണ്ണലിപികളാൽ ആ പേര് ഒരിക്കൽ കൂടി എഴുതി ചേർത്തു. ലയണൽ ആന്ദ്രസ് മെസ്സി. കാണാം വിശേഷങ്ങളുമായി തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. റെക്കോർഡുകൾ തകർക്കപ്പെടാനുള്ളതാണെന്ന് പറയാറുണ്ട്. എന്നാൽ ചിലരുണ്ട്, അവർ റെക്കോർഡുകളെ തന്നെ പുനർനിർവചിക്കും. അതെ, ഫുട്ബോൾ ലോകം ഇനി ഒരിക്കൽ കൂടി ആ പേര് ചരിത്ര താളുകളിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർക്കുന്നു. ലയണൽ ആന്ദ്രേസ് മെസ്സി.
തന്റെ 39ാം ജന്മദിനത്തിന് വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഡാലസിലെ പുൽമൈതാനിയിൽ ആ കാൽപ്പാടുകൾ വീണ്ടും മാന്ത്രികത തീർത്തു. മത്സരത്തിന്റെ 9ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയപ്പോൾ വിമർശിച്ചവർക്ക് ഇഞ്ചുറി ടൈമിലെ 2ാം ഗോളടക്കം ഇരട്ട ഗോളുകളോടെയാണ് മെസ്സി മറുപടി നൽകിയത്. പരാജയങ്ങളിൽ നിന്ന് രാജകീയമായി തിരിച്ചുവരുന്നവനാണ് താനെന്ന് മെസ്സി ഒരിക്കൽ കൂടി തെളിയിച്ചു. ഈ ഇരട്ട ഗോളുകളോടെ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡ് ഇനി മെസ്സിക്ക് സ്വന്തം. ജർമ്മൻ ഇതിഹാസം മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകളുടെ റെക്കോർഡും വനിതാ ഫുട്ബോൾ ഇതിഹാസം മാർട്ടയുടെ 17 ഗോളുകളുടെ റെക്കോർഡും തകർത്ത 18 ഗോളുകളുമായി മെസ്സി ഇനി ലോകകപ്പിന്റെ ഗോൾ രാജാവ്. ക്ലോസയും റൊണാൾഡോയുമെല്ലാം ഇനി ഈ രാജാവിന് പിന്നിൽ. ഒരുപക്ഷെ നാളെ എംബാപ്പെ ഈ റെക്കോർഡ് തകർത്തേക്കാം. എന്നാൽ പച്ച പുൽമൈതാനത്ത് ഒരു 39കാരൻ രചിച്ച ചരിത്രം ഭൂമിയിൽ ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. എന്തൊരു യാദൃശ്ചികതയാണിത്! മെസ്സി തന്റെ ആദ്യ ലോകകപ്പ് മത്സരം കളിച്ചതിന്റെ കൃത്യം 20ാം വർഷത്തിലായിരുന്നു അൾജീരിയക്കെതിരെയുള്ള മത്സരം. അന്ന് തന്റെ അരങ്ങേറ്റത്തിൽ ഗോൾ നേടിയ മെസ്സി 2 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഈ 6ാമത്തെ ലോകകപ്പിലും അസാമാന്യ ഫോമിൽ 5 ഗോളുകളുമായി ജൈത്രയാത്ര തുടരുകയാണ്. ഒപ്പം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡും ഈ അർജന്റീന ക്യാപ്റ്റന് സ്വന്തം. ലോകകപ്പ്, ബാലൻഡിയോർ, ചാമ്പ്യൻസ് ലീഗ്, കോപ്പ അമേരിക്ക, ഫൈനലിസിമ, ഫുട്ബോളിൽ നേടാനുള്ളതെല്ലാം നേടിയിട്ടും ഈ 39ാം വയസ്സിലും പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന ഈ മനുഷ്യനെ വിശേഷിപ്പിക്കാൻ ഇനി വാക്കുകളില്ല. ഡാലസിലെ ആ രാത്രി വെറുമൊരു വിജയം മാത്രമായിരുന്നില്ല, അത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ താരത്തിന്റെ അമരത്വത്തിന് ലഭിച്ച മറ്റൊരു മുദ്രയായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, തനിനിറം. തുടർന്ന് വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ, പൊന്നായി മിന്നുന്നു നിൻ മനം. സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.